തിരുവണ്ണൂർ ദേവസ്വം വകയായുള്ള ഭൂമി അന്യായമായി കൈവശമാക്കാൻ സ്വകാര്യ വ്യക്തികൾ തിരുവണ്ണൂർ ദേവസ്വം എന്നതിന് പകരം തിരുവങ്ങൂർ ദേവസ്വം പട്ടയമാണ് സ്വന്തമാക്കിയിട്ടുള്ളതെന്ന് കുമാരനല്ലൂർ കൽപ്പൂര് മഠംപറമ്പ് കരുവൻ കരിയാത്തൻ ക്ഷേത്ര കമ്മിറ്റി ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. അന്യായമായ രേഖകൾ സമർപ്പിച്ച് നേടിയെടുത്ത പട്ടയത്തിനെതിരെ അപ്പലേറ്റ് ട്രൈബ്യൂണലിൽ കേസ് നിലനിൽക്കുന്നുണ്ടെന്നും ഇവർ പറഞ്ഞു. കാരശ്ശേരി ഗ്രാമപഞ്ചായത്തിലെ കുമാരനല്ലൂർ വില്ലേജിലെ കൽപ്പൂര് മഠംപറമ്പ് കരുവൻ കരിയാത്തൻ ക്ഷേത്രത്തിലെ കമ്മിറ്റി ഭാരവാഹികളാണ് വാർത്താസമ്മേളനം നടത്തിയത്. തിരുവണ്ണൂർ ദേവസ്വം വകയായുള്ള ഭൂമി അന്യായമായി കൈവശമാക്കാൻ സ്വകാര്യ വ്യക്തികൾ തിരുവണ്ണൂർ ദേവസ്വം എന്നതിന് പകരം തിരുവങ്ങൂർ ദേവസ്വം പട്ടയമാണ് സ്വന്തമാക്കിയിട്ടുള്ളതെന്നും അന്യായമായും കള്ളമായും രേഖകൾ സമർപ്പിച്ച് നേടിയെടുത്ത പട്ടയത്തിനെതിരെ അപ്പലേറ്റ് ട്രിബ്യൂണലിൽ കേസ് നിലനിൽക്കുന്നുണ്ടെന്നും ഇവർ പറഞ്ഞു. കേസ് നിലനിൽക്കെ തന്നെ അതിന്റെ വിധിക്ക് പോലും കാത്തു നിൽക്കാതെ 2 ഏക്കറയോളം ഭൂമി കൈമാറ്റം ചെയ്യുകയും ഇടിച്ചു നിരത്തിയതായും ഇവർ പറയുന്നു. കഴിഞ്ഞ ആഴ്ച അടപ്പൂർ പുത്തൻപുരയിൽ ജോൺ എന്നയാൾ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട ഈ വിഷയത്തിൽ ഒരു പത്രസമ്മേളനം നടത്തുകയുണ്ടായി. അതിൽ അദ്ദേഹം പറഞ്ഞിട്ടുള്ളത് അദ്ദേഹത്തിന്റെ ഭൂമി ക്ഷേത്ര കമ്മിറ്റിക്കാർ കയ്യേറുന്നു എന്നാണ്. ഞങ്ങൾ അങ്ങനെ ഒരു കയ്യേറ്റത്തിന് മുതിർന്നിട്ടില്ല. ഈ അടപ്പൂർ പുത്തൻപുരയിൽ ജോണിന് അവിടെ അങ്ങനെ ഒരു സ്ഥലമില്ല. തിരുവങ്ങൂർ ദേവസ്വത്തിന്റെ 3 ഏക്കർ 62 സെന്റ് സ്ഥലത്തിനാണ് പട്ടയം, അതായത് രേഖകൾ കള്ളരേഖകൾ ഹാജരാക്കിയിട്ടുള്ള പട്ടയമാണ് സംഘടിപ്പിച്ചിട്ടുള്ളത്. അദ്ദേഹത്തിനുണ്ടായിരുന്ന ഭൂമി 2001 ഹൈക്കോടതി തള്ളിക്കളഞ്ഞതാണ്. മുഴുവൻ ഭൂമിയും മിച്ചഭൂമിയാണ്. ക്ഷേത്രഭൂമി കയ്യേറിയിട്ട് ആണ് ഇപ്പോൾ അടപ്പൂർ പുത്തൻപുരയിൽ ജോൺ ഈ വാർത്താ സമ്മേളനം നടത്തിയിരിക്കുന്നത്. ഞങ്ങളല്ല കയ്യേറിയിട്ടുള്ളത്. ഈ ഭൂമി തിരുവണ്ണൂർ ദേവസ്വത്തിന്റെ ഭൂമിയാണ്, തിരുവങ്ങൂർ ദേവസ്വത്തിന്റെ ഭൂമിയല്ല. അപ്പോൾ ക്ഷേത്രഭൂമി കയ്യേറാൻ വിശ്വാസികളായ ഞങ്ങൾ ആരെയും അനുവദിക്കില്ല. വാർത്താ സമ്മേളനത്തിൽ ക്ഷേത്രം പ്രസിഡന്റ് അനൂപ് മൂത്തേടത്ത്, സെക്രട്ടറി പ്രതീഷ് കുറിയേടത്ത്, രക്ഷാധികാരി ശ്രീധരൻ പഴയൂർമണ്ണിൽ, എക്സിക്യൂട്ടീവ് മെമ്പർ ദിബു, ഷിബുലാൽ, രാജൻ കൗസ്തുഭം എന്നിവരും പങ്കെടുത്തു. CTV പ്രാദേശിക വാർത്ത മുക്കം.